ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പർച്ചേസ് വീഡിയോ ആണ്. പർച്ചേസ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തത് ഡ്രസ്സാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കും എനിക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്തു. എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം ആദ്യത്തെ ഐറ്റം വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് ഫുൾ കോട്ടൺ മെറ്റീരിയലുള്ളൊരു ചുരിദാർ സെറ്റാണ് കേട്ടോ. സൽവാർ സെറ്റാണ്. അപ്പോൾ ഫുൾ കോട്ടൺ ആണ്. ഇത് ഇതിൻ്റെ ഷോളാണ് കേട്ടോ വരുന്നത്. കോട്ടൺ ആണ്. ദുപ്പട്ട വന്നിട്ടും ഫുൾ കോട്ടണിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഇത് അമ്മയ്ക്കും എനിക്കും രണ്ടുപേർക്കും അമ്മയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എനിക്കും കൂടി ഇടാം എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ വാങ്ങിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മ ഇട്ടില്ല, അമ്മയ്ക്ക് ഇഷ്ടം, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോസ് ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഇടണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സ്ട്രെയിറ്റ് ബോട്ടം ആണ് വരുന്നത്. സ്ട്രെയിറ്റ് പാൻ്റാണ് വരുന്നത്. പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും വന്നിട്ട്. പാൻറ്റ് ബോട്ടം വന്നിട്ട് ഇലാസ്റ്റിക് ആണ്. നമുക്കിടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഫുൾ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പം ചുരുങ്ങുമോ എന്ന് അറിയത്തില്ല. കോട്ടൺ ആയതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ചുരുങ്ങുമായിരിക്കും ചിലപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈസ് അപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ബോട്ടം കാര്യങ്ങളൊക്കെ വന്നിട്ട്. ഇത് വന്നിട്ട് എടുത്ത ടൈമിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് എടുത്തത്. അമ്മയ്ക്ക് എന്നുള്ള രീതിക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. സപ്പോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ ഇടേണ്ടി വരും. അപ്പം ഇതാണ് എൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട്. ഫുൾ നല്ലൊരു ഭയങ്കര രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വരും. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഇടും. ഇതിൻ്റെ സ്ലീവിൽ വന്നിട്ട് ഫുൾ സ്ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ് അല്ല, ജസ്റ്റ് 3/4 സ്ലീവ് എന്ന് പറയാം. അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും വന്നിട്ട് ആ ഒരു ലേസ് വർക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് പോർഷനിൽ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ആ ഒരു ലേസ് വർക്കും കാര്യങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും അമ്മയ്ക്ക് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് നെക്ക് പോർഷനിൽ വന്നിട്ട് അത്രയും നല്ല രീതിക്ക് ലേസ് വർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ആളധികം ഇട്ടിട്ടില്ലാത്തതുകൊണ്ടൊരു മടി. പിന്നെ വീനെക്ക് ആൾ കൂടുതലും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടും ഒരു മടി ഉണ്ടായിരുന്നു. നമ്മൾ അമ്മേനെ കൊണ്ട് ഇടിപ്പിക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് കേട്ടോ എടുത്തത്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അച്ഛനെ കാണിച്ചു. അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അമ്മ ഇട്ടിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇത് വന്നിട്ട് നമ്മൾ അച്ഛൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ, മീൻസ് ഷർട്ടാണ്. അപ്പം ഈ ഷർട്ടും കാര്യങ്ങളും വന്നിട്ട് നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ കുറച്ച് വർക്കുള്ള പ്ലെയിൻ ഷർട്ടും അതുപോലെ തന്നെ ചെക്ക് ഷർട്ടും ഒന്നും വേണ്ട, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമുള്ള ഷർട്ട് മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടപ്പം ജസ്റ്റ് എടുത്തതാണ്. കാര്യം ഇത് ഭയങ്കര മെറ്റീരിയൽ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടാണ്. ആളിട്ടിട്ടും നല്ലതായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു. നമ്മൾ ഇട്ടിട്ട് ഇനി എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാത്ത ഒരു രീതിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ കണ്ടിട്ട് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പ് സെറ്റ് ഇതാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് അംബ്രല്ല കട്ടാണ്. അംബ്രല്ല കട്ടിൽ ആലിയ കട്ടിൽ വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ടോപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മിറർ വർക്കാണ് കേട്ടോ വരുന്നത്. നമ്മുടെ നെക്ക് പോർഷനിലും ഒക്കെ മിറർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സിമ്പിളാണ്, എന്നാൽ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. എൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണിത് ഫസ്റ്റ് എടുത്ത് കയ്യിൽ പിടിച്ചത് കൊള്ളാം, ഇത് രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ കാണിക്കുന്നത്. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് വന്നിട്ട്. എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ മോഡലോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഞാൻ മെയിനായിട്ട് ഡ്രസ്സ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇടാനുള്ള കംഫർട്ടബിൾ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഡ്രസ്സ് എടുക്കുന്നത്. ആ ഒരു ഇതാണ് ഞാൻ മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, അതിനാണ് പ്രിയോറിറ്റി കൂടുതലും കൊടുക്കുന്നത് അതിനാണ്. അതായത് മോഡലും ഭംഗിക്കും കാര്യങ്ങൾക്കും ഒന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്ന ഇടാനുള്ള കംഫർട്ടബിൾ അത് നോക്കിയിട്ടാണ്. കാര്യം എനിക്ക് ഭയങ്കര ഒട്ടും അങ്ങനെ ചൂടെടുക്കാത്ത ഡ്രസ്സ് വേണം. എനിക്ക് ഭയങ്കര ചൂടാണ്, അപ്പം ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ജോർജറ്റ് മെറ്റീരിയലൊക്കെ ഞാൻ മാക്സിമം എടുക്കാറില്ല. ജോർജറ്റ് ഇറങ്ങിയ ടൈമിൽ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോർജറ്റിൻ്റെ പരിസരത്തോട്ട് പോയിട്ടില്ല. കാര്യം എനിക്കത് ഭയങ്കര ചൂടാണ്, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് അച്ഛന് വന്ന് എടുത്തിട്ടുണ്ടായിരുന്ന 2 ഡബിൾ മുണ്ടാണ് കേട്ടോ. അപ്പം മറ്റേ ബില്ലാണ്. അപ്പോൾ ബില്ലൊന്നും ഞാൻ പറയുന്നില്ല, കാണിക്കുന്നില്ല, വെറുതെ എന്തിനാണ്. അപ്പം ഇതാണ് വന്നിട്ട് 2 മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് വന്നിട്ട് എൻ്റെ ഒരു ബ്ലൂ അല്ലല്ലോ, ഒരു സ്കൈ ബ്ലൂ കളറിലെയും പിന്നെ ഒരു വയലറ്റ് കളറിലെയും കര വരുന്ന മുണ്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ആ ഷർട്ടിന് ചേരുന്ന രീതിക്കുള്ളൊരു ഇത് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കര എടുത്തപ്പം. അപ്പം ഈ ഒരു കളർ അതിന് ചേരും. അപ്പോൾ അതുമായിട്ട് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് കളർ
പല പല കളർ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് ഒന്ന് ലേഡീസ് സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ഫേഷ്യൽ റേസറും നമ്മുടെ ഐബ്രോ റേസർ എന്ന് പറയും, ഇതിന് രണ്ടും പറയും. അപ്പോൾ അതെനിക്ക് തീർന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പം അവൈലബിൾ അല്ലായിരുന്നു, ഞാൻ ഓൺലൈൻ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഓൺലൈനിൽ കൂടുതൽ ചിലത് ഓൺലൈൻ 130 ആവും. അപ്പം ഇതെനിക്ക് ഷോപ്പിൽ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു മറ്റേ നമ്മുടെ ക്യാച്ച് ക്ലിപ്പ് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ക്യാച്ച് ക്ലിപ്പ് എന്നും ക്രാബ് എന്നും അങ്ങനെ പലതും പറയും, പല പേരിൽ പറയും. അപ്പോൾ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഒരു സ്റ്റോണൊക്കെയുള്ള സംഭവം അമ്മയ്ക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം തന്നെ എന്നാൽ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി എടുത്ത സാധനമാണ് കേട്ടോ. ഇത് വന്നിട്ട് വെച്ചിട്ടൊക്കെ നല്ല രസമുണ്ട്. ഞാനിങ്ങനത്തെ അധികം യൂസ് ചെയ്യാറില്ല. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്, അമ്മ അതിന് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാനിത് കുഞ്ഞ് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ആകെ നല്ല രീതിക്ക് ടയേർഡാണ്, എനിക്ക് നല്ല രീതിക്ക് ചൂട് കൊടുക്കുന്നുണ്ടായിരുന്നു. കാര്യം ഫാൻ ഇടാതെ ഇരുന്നിട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാര്യം. ആ ടൈമിൽ വന്നിട്ട് എൻ്റെ റൂമിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഫാൻ അടിച്ച് പോയിട്ട് വന്നതിന് ശേഷം വന്നിട്ട് നോക്കി കഴിഞ്ഞപ്പം അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുകയും വേണം, എന്നാൽ പിന്നെ എടുക്കാമല്ലോ എന്നോർത്ത് അങ്ങനെ പെട്ടെന്ന് എടുത്തതാണ്. ഞാൻ ആകെ നല്ല രീതിക്ക് ടയേർഡായിട്ടിരുന്നാണ് എടുക്കുന്നത്. ഇതാണ് കേട്ടോ ഒരു കുഞ്ഞ് കമ്മലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റോണിൻ്റെ കമ്മലാണ്, റിങ് പോലെ ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ റിങ് ആയിട്ട് എടുത്തതല്ല, അല്ലാതെ നമുക്ക് എന്താ പറയുക ആണിയായിട്ട് ഇടുന്ന ടൈപ്പാണ്. പക്ഷേ ഇങ്ങനെ റിങ് പോലെ ഇരിക്കും, നല്ല രസമാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പ് കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റഡ് മോഡൽ കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സിമ്പിളാണ്, ഒരു എലഗൻ ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വന്നിട്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.